want to talk about my personal experience with microblading. So one of those procedures that we get a lot of inquiry for is of course microblading of eyebrows. Eyebrow-ന്റെ ഒരു പെർമനന്റ് മേക്കപ്പ് പോലെയാണത്. നമ്മളൊരു ടാറ്റോയിങ് ഓൾമോസ്റ്റ് ടാറ്റോയിങ് പ്രൊസീജിയർ പോലെ തന്നെയാണ്. നമ്മൾ സ്കിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ചെറിയ ബ്ലാക്ക് പിഗ്മെന്റ് അല്ലെങ്കിൽ ബ്രൗൺ പിഗ്മെന്റ് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസിന്റെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഐബ്രോസ് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കാണുമ്പോഴേക്കും ഐബ്രോസ് തീരെ ഇല്ലാത്ത ഒരാൾക്ക് ഐബ്രോസ് ഉള്ള ഒരു ഫീൽ വരും. ബട്ട് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് മൈക്രോബ്ലേഡിങ്. അപ്പോൾ ഞാനും ഈ പറഞ്ഞ കൂട്ട കുറച്ചധികം എനിക്ക് മേക്കപ്പ് ഒക്കെ ഇടാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ബി പ്രസന്റബിൾ അറ്റ് ഓൾ ടൈംസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോസ് വളരെ സ്കാൻറ്റിയാണ്. സോ ദ ഫസ്റ്റ് ടൈം ഐ ഡിഡ് മൈക്രോബ്ലേഡിങ് ഞാൻ അതുപോലെ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർ ചെയ്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് യൂസ് ചെയ്തിട്ടുള്ള ടിപ്പിക്കൽ ട്രഡീഷണൽ മൈക്രോ ബ്ലേഡിങ് ടെക്നിക്കാണ് യൂസ് ചെയ്തത്. അവിടെ ഉണ്ടായ 1-2 ഹിക്കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ബിക്കോസ് ദ ഡോക്ടർ ഹു വാസ് ഡൂയിങ് ദ പ്രൊസീജിയർ ഐ ഫെൽറ്റ് വാസ് നോട്ട് ആർട്ടിസ്റ്റിക് ഇനഫ് ടു ഡു ഇറ്റ്. അത് മാത്രമല്ല പുള്ളിയുടെ അസിസ്റ്റന്റ് ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു. ആദ്യം മൈക്രോബ്ലേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു പിള്ളേർക്ക് കൺമഷി എഴുതി നമ്മളിങ്ങനെ കണ്ണുപെടാതിരിക്കാൻ ഐബ്രോസ് വരയ്ക്കത്തില്ല, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ.